വഖഫുമായി ബന്ധപ്പെട്ട് ഇപ്പോ മുസ്ലിം സ്ത്രീകൾ അടക്കം ഇപ്പൊ മോദിജിക്ക് ജയ് വിളിച്ചുകൊണ്ട് വരികയാണ്. അതായത് ബി.ജെ.പിക്ക് മാത്രമേ അവരെ ഈ വഖഫ് എന്ന ദുർഭൂതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പൊ ഹൈബി ഈഡൻ അടക്കം പറയുന്നു ബി.ജെ.പി ഇത് രാഷ്ട്രീയ ലാക്കോടെയാണ് ഇതിനെ സമീപിക്കുന്നത്, രാഷ്ട്രീയമാണ് ബി.ജെ.പി ഇതിൽ മുന്നോട്ട് വെക്കുന്നത് എന്നൊക്കെയുള്ളത്. ഈ വഖഫ് ഇനി എന്താകും? വഖഫ് ഒന്നും ആകാനില്ല. ധനി ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ വളരെ ജനബന്ധുവോടെ മുൻപോട്ട് പോകുന്നത് യാതൊരു സംശയമില്ല. മഴ എന്തൊരു കടുങ്ങിയാണ്. ഇപ്പൊ ധനി താമസിക്കുന്ന വീട് ഇപ്പൊ നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് വഖഫ് ബോർഡ് തീരുമാനിക്കുകയാണ്. വഖഫ് ഭൂമിയാണ് ധനി ഇറങ്ങിപ്പോകണം. അപ്പൊ 2013 നമ്മുടെ മൻമോഹൻ സിംഗ് തന്നെ കോൺഗ്രസ്സുകാരൻ മണ്ടൻ ഒരു നിയമങ്ങൾ ഉണ്ടാക്കി. ഇറങ്ങി പോയില്ലെങ്കിലുണ്ടല്ലോ 2 കൊല്ലം തടവ് ശിക്ഷ. എങ്ങനെ ഇരിക്കും? ഇതൊക്കെ മണ്ട നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വർത്തമാനം പ്രതിനിധിച്ചിപ്പോ ബി.ജെ.പി വളരെ ശക്തമായ തീരുമാനം എടുത്തത് മാത്രം എൻ.ഡി.എ തീരുമാനമാണ്. ഈ വഖഫ് ബോർഡ് നിയമം വേണം. വഖഫ് ഭേദഗതി ബില്ല് വളരെ ആലോചിച്ചുണ്ടാക്കിയതാണ്. ഒരു മുസ്ലിം സമുദായത്തിന് ഒരു ആശയത്തിനെ അപമാനിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ബില്ലാണത്. മനസ്സിലായില്ലേ? ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളുണ്ട്, അവർ ചിന്താവാദം, കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അതുതന്നെ ഇപ്പൊ ഈ 8.5 ലക്ഷം ഏക്കർ സ്ഥലമാണ് വഖഫ് ബോർഡിൽ അറിയാമോ? അമ്മ എന്നാ ചെയ്യത്? അതിന് വരുമാനം ഒന്നുമില്ല. ഇത് കട്ടുതിരിയാണ് വഖഫ് ബോർഡ് എന്നും പറഞ്ഞ്. ആ കട്ടുതിരി നീ നടക്കാൻ അവിടെ ശക്തമായ കമ്മിറ്റി ഉണ്ടാവും. ആ വഖഫ് ഭൂമി പിന്നെ വഖഫ് ചെയ്യുന്ന ഭൂമി നിയമപ്രകാരം എന്തിനാണ് വഖഫ് ചെയ്തിരിക്കുന്നത് അതിന് ചെലവഴിച്ചിരിക്കണം. അതല്ലാതെ ഇവിടെ കൂട്ടിവെച്ച് കൈക്കൂലി ഭരിക്കാനുള്ള സാധനമായിട്ട് സമ്മതിക്കില്ല. വഖഫ് ഞാൻ എന്റെ ഭൂമി വഖഫ് ചെയ്തു, ഓക്കെ, ഞാൻ വഖഫ് ചെയ്ത് എന്താ വഖഫ് ചെയ്യുന്ന കാര്യം, ആ കാര്യം നിർവഹിക്കണം. മനസ്സിലായോ? ആ രീതിയിലേക്കാണ് മാറുന്നത്. പിന്നെ ഹൈബിയുടെ ഏതാണ്ട് പറഞ്ഞത് അവരൊക്കെ തലയ്ക്ക് വിവരമുണ്ടാവും. പൊളിഞ്ഞു. ഇവിടുത്തെ കത്തോലിക്ക സഭ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, ഈ വഖഫ് നിയമത്തെ ഭേദഗതി നിയമത്തെ അനുകൂലിക്കണം. അനുകൂലിക്കാത്തവർക്ക് നമ്മുടെ വോട്ടില്ലെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഹൈബിയുടെ ഇനി പാർലമെന്റിൽ പോലെ അവനറിയാം. അതിന്റെ മനപ്രയാസം ചാട്ടോ കാണിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വഖഫ് നിയമം ഇതിനെപ്പറ്റി കുറ്റം പറയുന്ന ഈ ഹൈബി ഘടന കോൺഗ്രസ്സുകാരണം ഇത്രയും നാളെ രാജ്യം ഭരിച്ചിട്ടുണ്ടെന്നപ്പോ അവന്മാർക്ക് ഇതൊക്കെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ മുസ്ലിം സ്ത്രീകളും മുസ്ലിങ്ങളും വഖഫ് നിയമത്തെ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്നുണ്ടേ ഇപ്പൊ ബി.ജെ.പി കുറ്റം പറയാം. ഇത് ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാരല്ലേ? അത് കഴിഞ്ഞ് നല്ല സമയം ഉണ്ടായിരുന്നല്ലോ, കോൺഗ്രസിന്റെ ഭരണമല്ലായിരുന്നു. ഇപ്പൊ 10 കൊല്ലം മോദിജി വന്നിട്ട് അതിനും അവസരം ഉണ്ടായിരുന്നു. അമ്മമാർക്ക് അവിടുത്തെ മുസ്ലിം സമൂഹത്തോട് ആലോചിച്ച് അവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരുടെ അഭിപ്രായം അനുസരിച്ച് മാറ്റാമായിരുന്നല്ലോ. അത് മാറ്റാതെ സമ്പന്നന്മാർക്ക് മോട്ടിക്കാനും പിടിച്ചു പറിക്കാനും വേണ്ടി ഈ വഖഫ് നിയമത്തെ ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസ്. ഈ നാണക്കട വർത്തമാനം പറയണ്ട. വഖഫ് വസ്തു ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണെന്ന് ഞാൻ സമ്മതിച്ചു. കാരണം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുടെ ഭൂമി മുഴുവൻ വഖഫ് ഭൂമി ഇന്ത്യ ഗവൺമെന്റ് ആയിരുന്നു. നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അങ്ങനെ അത് വിട്ടുകൊടുത്തേച്ചു, വഖഫിന് വിട്ടുകൊടുത്തു. എല്ലാ കാലത്തും മുസ്ലിം സമുദായത്തോട് സ്നേഹം ഉണ്ടായിരുന്നു. കാരണം നെഹ്റു സമുദായത്തോട് സ്നേഹം മാത്രമേ മുസ്ലിമായിരുന്നു അദ്ദേഹം. അങ്ങനെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് വല്യപ്പൻ അദ്ദേഹത്തിന്റെ നെഹ്റുവിന്റെ വാപ്പാടെ വാപ്പ മുസ്ലിമായിരുന്നു ചരിത്രം പറയുന്നുണ്ട്. അപ്പം നെഹ്റു ഒരു സമുദായം ഇല്ലായിരുന്നു എന്ന് പറയുന്നെങ്കിലും പുള്ളി പൊളിച്ച് നിസ്കരിക്കുന്നുണ്ടായിരുന്നു ആർക്കറിയാം. അതുകൊണ്ട് വഖഫിന് ഭൂമി വിട്ടുകൊടുത്ത ഇന്ത്യ ഗവൺമെന്റിന്റെ നിശ്ചിതമായ ആയിരക്കണക്കിന് ഭൂമിയാണ് വഖഫിന് വെറുതെ വിട്ടുകൊടുത്തത്. അപ്പൊ ചുമ്മാ വിട്ടുകൊടുക്കുമോ? അതിലൊക്കെ എന്തെങ്കിലും കാര്യം കാണണമല്ലോ. അതിന് ചരിത്രമൊന്നും പുറത്തു വരുന്നില്ല, അത്രേ ഉള്ളൂ. ഏതായാലും നെഹ്റുവിന് ശേഷം വന്ന കോൺഗ്രസ് പറഞ്ഞ എത്ര കൊല്ലം ഇരുന്ന് അവർ ചെയ്യാമായിരുന്നല്ലോ, ഈ വഖഫ് നിയമം മാറ്റാമായിരുന്നല്ലോ. അത് അവരുടെ കുഴപ്പമല്ലേ. ഇപ്പൊ എന്നിട്ട് ജനങ്ങൾ ചിന്താബാദ് വിളിക്കുക. മുസ്ലിം സമുദായമാണ് ചിന്താബാദ് വിളിക്കുന്നത് വഖഫ് ഭേദഗതി നിയമത്തിന്. അത് കണ്ടപ്പോൾ വിഷമം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. പിടിച്ചു പറിക്കാനും അല്ല, മോട്ടിക്കാനും പിടിച്ചു പറിക്കാനും അല്ലാതെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് അത് വിജയിക്കും, ഒരു സംശയം വേണ്ട. ഈ കെ.സി. വേണുഗോപാൽ അടക്കം ഈ സഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ഇത്ര വലിയ ക്ഷുഭിതനായൊക്കെ പറയുന്നു, ബി.ജെ.പി ഇക്കാര്യത്തിൽ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, അവരുടെ മതസ്വാതന്ത്ര്യത്തിൽ ഇപ്പൊ പാള ഇമാമൊക്കെ പറയുന്നത് മതസ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണിത്, ഇത് അനുവദിക്കരുത്, ഇത് അനുവദിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. അപ്പോ ഇതൊരു ദുർഭൂതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ സ്വത്തുക്കൾ ഒരു ദിവസം രാവിലെ ഒരാൾ എടുത്തോണ്ട് പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ ജനങ്ങൾക്കൊപ്പം നിൽക്കാത്തത്? ഇത് സംഭവിച്ചത് എന്താ വെച്ചാൽ മുസ്ലിം സമൂഹം എന്ന് പറയുമ്പം
അവരുടെ മേൽക്ക് പുരുഷ മേധാവിത്വം എപ്പോഴും ഉള്ള ഒരു ഒരു മതവിഭാഗമാണ് അവര്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാരണം 4 പെണ്ണ് കെട്ടാം, അവരുടെ നിയമമല്ലേ. അങ്ങനൊക്കെ ഉണ്ട്. അത് തന്നെയല്ല, നബി തിരുമേനിയും വളരെ വ്യക്തമായിട്ട് പുരുഷ മേധാവിത്വത്തെ പറ്റിയാണ് പറഞ്ഞിരുന്നേ. അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറിയ ഭാര്യയുടെ പ്രായം തന്നെ നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാറില്ലേ. അപ്പൊ ആ ഒരു സംസ്കാരം ഉണ്ട് അവർക്ക്. അത് മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ വളരെ മാന്യമായി ജീവിക്കുന്ന ആളുകളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ഇടയ്ക്ക് സ്വാഭാവികമായി ഈ വഖഫ് നിയമം അവരുടെ സ്വന്തം കാര്യം പോലെ ഇരുന്നപ്പോ അത് BJP ഗവൺമെന്റ് ഒന്ന് മാറ്റി എന്ന് പറഞ്ഞ് സഹിക്കുന്നില്ല. കേരളം എന്ന് പറഞ്ഞാൽ വേണുഗോപാൽ കിടന്ന് ചാടുന്നത് വെറുതെ അല്ല, ചാടേണ്ടി വരും. കാരണം ചക്കാത്തിച്ചുമ്മ ജയിച്ചുമല്ല, UDF LDF ഒരുമിച്ച് നിൽക്കുകയില്ല കേരളത്തിൽ. ഇവിടെ കേരളത്തിൽ UDF LDF മാധ്യമങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് BJP എതിർക്കായിരുന്നു. അതിനിടയ്ക്കൂടെയാണ് സുരേന്ദ്രൻ നേതൃത്വത്തിൽ പാർട്ടി വളർന്ന് ഇത്രയായത്. ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ വന്ന് അധികാരം ഏറ്റെടുത്തോടും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തോടു കൂടി ഒരു സംശയം വേണ്ട, കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായിട്ട് BJP മാറും എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിന്റെ മനപ്രയാസമാണ് വേണുഗോപാൽ അവിടെ കാണിക്കുന്നത്. വേണുഗോപാൽ അങ്ങനെ കാണിക്കണം. അങ്ങനെ കാണിക്കുമ്പോഴേ വേണുഗോപാൽ യഥാർത്ഥ മുസ്ലിമിനോട് മനസ്സിലാവും, യഥാർത്ഥ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മനസ്സിലാവും. അതുകൊണ്ട് കേരളത്തെ മനുഷ്യന് മനസ്സിലാകാൻ വേണുഗോപാലിന്റെ ആ ദാഷ്ട്യം വളരെ ഉപകരിച്ചു എന്നാണ് എന്റെ അഭിപ്രായം. ഇനി എന്തായിരിക്കും BJP മുന്നോട്ട് വെക്കുന്ന ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഇത് മൊത്തത്തിൽ എടുത്തു കളയുക എന്നുള്ളതാണോ, അതോ ഇതിൽ ഭേദഗതി വരുത്തുക എന്നുള്ളതാണോ? വഖഫ് നിയമം എന്ന് പറഞ്ഞ ഒരു സമുദായവുമായി ബന്ധപ്പെട്ടതാണ്. അത് വളരെ സൂക്ഷിച്ചും വളരെ അനവധാനത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമാണ്. കാരണം ഈ മുസ്ലിമല്ല, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി എല്ലാവരും മതവിശ്വാസത്തെ വ്രണപ്പെടുത്താൻ നമുക്ക് അവകാശമില്ലല്ലോ. ആ കാര്യം ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഒരു പുഴുക്കുത്തായി ചില കാര്യങ്ങളുണ്ടായിരുന്നു വഖഫ് നിയമത്തിൽ. ആ പുഴുക്കുത്തുകളെല്ലാം എടുത്ത് സ്ഫുടം ചെയ്ത് നല്ലൊരു വഖഫ് നിയമമാക്കി മാറ്റുന്നു. അതാണ് BJP ഗവൺമെന്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ NDA ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു 95% മുസ്ലിങ്ങളും അതിനെ പിന്തുണയ്ക്കും. പിന്നെ വേറൊരു പ്രശ്നം, ഈ പള്ളിക്കൂടത്തിൽ പോകാത്ത മൗലവിമാരൊക്കെ എതിർത്തുകൊണ്ടിരിക്കും. പള്ളിക്കൂടത്തിൽ പോയ മൗലവിമാർ അനുകൂലിക്കും, സംശയമില്ല. മേൽക്കോയ്മ എന്ന പുരുഷ മേധാവിത്വം അല്ല എന്നുള്ള കുഴപ്പമേ ഉള്ളൂ. അത് ഇവർ ജീവിക്കേണ്ട ഒരു കുഴപ്പമില്ല. അത് നല്ലവണ്ണം വന്നോളും, ഒരു പ്രശ്നമില്ല.